അനന്തപുരിയിൽ നിന്ന് ഉള്ള പൊങ്കാല കാഴ്ചകളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ. പണ്ടാരടുപ്പിലേക്ക് പകർന്ന തീ ലക്ഷക്കണക്കിന് അടുപ്പുകളെ ജ്വലിപ്പിച്ചു. 300-ലേറെ ശാന്തിക്കാർ തീർത്ഥം തളിക്കാൻ വേണ്ടി അണിനിരന്നിട്ടുണ്ട്. 1:15 പൊങ്കാല നിവേദ്യ സമർപ്പണം. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി തിരുവനന്തപുരം നഗരവീഥിയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ പോകുന്നത് മേഘന മുരളിയുടെ റിപ്പോർട്ടിലേക്കാണ്. മേഘന നമ്മളോടൊപ്പം ചേരുന്നത് കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ നിന്നാണ്. അല്പസമയത്തിനകം തന്നെ അവിടെയുള്ള പൊങ്കാല സമർപ്പണത്തിൻ്റെ വിശദമായ വിവരങ്ങളുമായി നമുക്കൊപ്പം മേഘന ചേരും. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് സ്ത്രീകൾ ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ആറ്റുകാലമ്മയുടെ സവിധത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ വട്ടവും ഓരോ വർഷവും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ് കാണുന്നു. വളരെ ശാന്തമായി സമാധാനത്തോടുകൂടി പ്രാർത്ഥനകളോടുകൂടിയാണ് ആറ്റുകാലമ്മയുടെ സവിധത്തിലെത്തി പൊങ്കാല അർപ്പിച്ച് സ്ത്രീകൾ മടങ്ങാറുള്ളത്. ഓരോരുത്തർക്കും അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഒക്കെയുള്ള പ്രാർത്ഥനകളുമായിട്ടാണ് ദേവീ സമക്ഷത്തേക്ക് ഭക്തലക്ഷങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്മിത ഹരിദാസ് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ പണ്ടാര അടുപ്പിന് സമീപത്ത് നിന്നാണ് സ്മിത റിപ്പോർട്ടുകളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. സ്മിത, പണ്ടാര അടുപ്പിൽ നിന്ന് പകർന്ന തീ ലക്ഷക്കണക്കിന് വരുന്ന അടുപ്പുകൾക്ക് ജ്വാല പകർന്നിരിക്കുന്നു. ആറ്റുകാലമ്മയ്ക്കുള്ള പൊങ്കാല നിവേദ്യ സമർപ്പണം ഇനിയിപ്പോൾ 1:15 നടക്കുക. ഭക്തരെല്ലാം തന്നെ മനസ്സ് സമ്പൂർണ്ണമായ നിർവൃതിയിൽ അവർ പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പണ്ടാരടുപ്പിൽ മുന്നിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് സ്മിത നൽകാനുള്ളത്? ഇവിടെ ഈ പണ്ടാരടുപ്പിന്റെ നല്ല തിരക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും ഇവിടെ നിന്ന് അഗ്നി പകർന്നതിന് ശേഷം പൊങ്കാല തിളച്ചു മറിഞ്ഞതോടെ അവരവരുടെ പൊങ്കാല അടുപ്പുകളിലുള്ള സ്ഥലങ്ങളെല്ലാം അടച്ചിട്ട് വീണ്ടും സ്മിത, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. സ്മിതയുടെ റിപ്പോർട്ടിലേക്ക് ഞാൻ വളരെ വേഗം വരാം. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അനന്തപുരിയിൽ ആറ്റുകാലമ്മയുടെ സവിധത്തിലേക്ക് എത്തുന്ന ഭക്തലക്ഷങ്ങളെയാണ്. പ്രായഭേദമന്യേ നാടിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഭക്തലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും എത്തുന്നു. ഓരോ വർഷം കഴിയുന്തോറും പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവല്ലാതെ ഒരു കാലത്തും കുറവുണ്ടായിട്ടില്ല. അതിനുവേണ്ട സർവ്വ സജ്ജീകരണങ്ങളും സുരക്ഷിതമായി അവർക്ക് നിന്ന് പൊങ്കാല അർപ്പിക്കാൻ വേണ്ട എല്ലാവിധ സംവിധാനങ്ങളുമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. വളരെ സമാധാനത്തോടുകൂടി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആത്മസമർപ്പണത്തിൻ്റെ ജ്വാലകളാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരിയെ അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറ്റിയിരിക്കുന്നത്. സീരിയൽ സിനിമാ താരങ്ങൾ, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നാനാ തുറകളിൽ ഉള്ള ആളുകൾ, ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെയും മറികടന്നുകൊണ്ട് അമ്മയ്ക്ക് മുന്നിലുള്ള തൊഴുകൈകളോട് എത്തുന്ന ഭക്തരായി ഇപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എത്തിയവരുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവർ പൊങ്കാല ഇട്ട ശേഷം ഇപ്പോൾ നട തുറന്ന് ദേവിയെ കണ്ട് വണങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിക്കുന്ന തരത്തിലേക്കാണ് ഓരോ വർഷവും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന പെരുപ്പം. അത് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഓരോ വർഷവും മറ്റൊരു അനിഷ്ട സംഭവങ്ങളുമില്ലാതെ സമാധാനത്തോടുകൂടി ആത്മസമർപ്പണം നടത്തിക്കൊണ്ടാണ് ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ച് മടങ്ങാറുള്ളത്. ഇക്കുറിയും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമാധാനത്തോടുകൂടി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് മടങ്ങാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയട്ടെ.